ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ലാസ്റ്റത്തെ വീഡിയോയിൽ എങ്ങനെയാണ് നമുക്ക് വെയിൽസിൻ്റെ ഒപ്പം ട്രേഡ് ചെയ്യാൻ പറ്റുക എന്നുള്ളതിൻ്റെ ഒരു ഫസ്റ്റ് ലെവൽ എന്നുള്ള സംഭവങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിരുന്നു. എങ്ങനെയാണ് ആൾക്കാർ ട്രേഡ് ചെയ്യുന്നത്, എങ്ങനെയാണ് $100 $1000 ആയിട്ട് ആൾക്കാർ കൺവേർട്ട് ചെയ്തേക്കണത്, $500 5000 ഒക്കെ ആക്കി കൺവേർട്ട് ചെയ്തിട്ടുള്ള ഒരുപാട് വാലറ്റ്സ്, ഒരുപാട് പോർട്ട്ഫോളിയോസ് നമ്മൾ കാണിച്ചു തന്നിരുന്നു. അതിനുശേഷം ഞാൻ പറഞ്ഞിരുന്നു ഇത് നമുക്ക് ടെലിഗ്രാമിൽ ഈ ഒരു വെയിൽസിന്റെ വാലറ്റ്, വലിയ വലിയ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്ന വെയിൽസിന്റെ വാലറ്റ് ഏതൊക്കെ വാങ്ങി വിറ്റു എന്ന് അറിയണമെന്നുണ്ടെങ്കിൽ നമുക്ക് ടെലിഗ്രാമിലൂടെ അറിയാൻ പറ്റും. അതിന് കുറേ ബോട്ട്സ് ഉണ്ട്, അതിനെക്കുറിച്ച് ഒരു വീഡിയോ ചെയ്യാമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ഞാൻ 2 ബോട്ട് അങ്ങനത്തെ കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പം അത് ഒന്നും കൂടി നോക്കിയിട്ട് ഉടൻ തന്നെ അതിനെക്കുറിച്ച് ഒരു വീഡിയോ ചെയ്യാം. അപ്പം നിങ്ങൾ വെയിൽസിന്റെ വാലറ്റ് ട്രാക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ വാലറ്റ് ഈ ബോട്ടിനകത്ത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ വാലറ്റ് എപ്പോൾ ബൈ ചെയ്തു എപ്പോൾ സെല് ചെയ്തു നമുക്ക് അറിയാൻ പറ്റും. സോ അതിനുള്ള വീഡിയോ നമുക്ക് ഉടൻ തന്നെ ചെയ്യാം. അതിന് മുൻപ് ഈ ഒരു വീഡിയോ ചെയ്തപ്പോൾ ഒരുപാട് പേര് ഡൗട്ട് ഇത് എങ്ങനെ വാങ്ങാൻ കഴിയും, എങ്ങനെ വിൽക്കാൻ കഴിയും എന്നുള്ളതാണ്. അപ്പം കുറച്ചൊക്കെ അറിയുന്ന ആൾക്കാർ, മീൻസ് വാലറ്റ് ക്രിയേറ്റ് ചെയ്യാനൊക്കെ അറിയുന്ന ആൾക്കാരാണ് എന്ന് വിശ്വസിച്ചിട്ടാണ് ഞാൻ ഒരു വീഡിയോ ചെയ്യുന്നത്. ഇപ്പം നിങ്ങൾക്ക് വാലറ്റ്സ് ഒന്നും ക്രിയേറ്റ് ചെയ്യാൻ അറിയാത്ത ഒരാളാണ്, പക്കാ ബിഗിനർ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യുക. നമ്മൾ എങ്ങനെയാണ് ഒരു വാലറ്റ് ആദ്യം മുതൽ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോ ചെയ്യാം. അപ്പം ഇന്നത്തെ വീഡിയോയിൽ എങ്ങനെയാണ് ഈ ടോക്കൺസ് വാങ്ങാൻ കഴിയുന്നതെന്നുള്ളത്, ഞാനിപ്പോൾ ചെറിയൊരു എമൗണ്ടിൽ ഒരു ടോക്കൺ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പം അത് എങ്ങനെയാണ് ചെയ്തത് എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പം നമ്മൾ ആസ് യൂഷ്വൽ നമ്മൾ ഫസ്റ്റ് പറഞ്ഞ പോലെ ഈ വീഡിയോ കാണാത്തവർ തീർച്ചയായിട്ടും കാണുക കേട്ടോ. അതിനുശേഷമാണ് ഇത് പറയുന്നത്, നമ്മൾ എങ്ങനെയാണ് ഐഡന്റിഫൈ ചെയ്തതെല്ലാം ഇവിടെ ഉണ്ട്. അപ്പം ഡെക്ക് സ്ക്രീനറിനകത്ത് നമ്മൾ ചെല്ലുന്നു. നമ്മളിപ്പം സൊലാന ചെയിൻ തന്നെയാണ് ചൂസ് ചെയ്തേക്കുന്നത്. സൊലാന ചെയിൻ ഇപ്പോൾ നമ്മളിവിടെ ചൂസ് ചെയ്തു. സൊലാന ചെയിൻ ചൂസ് ചെയ്യുന്നു. സൊലാന ചെയിൻ ചൂസ് ചെയ്തതിന് ശേഷം നമ്മൾ ആസ് യൂഷ്വൽ 24 hours ഇതെടുക്കുന്നു. അതിനുശേഷം നമ്മളിവിടെ ഫിൽറ്റേഴ്സ് സെലക്ട് ചെയ്യുന്നു. ഫിൽറ്റേഴ്സിനകത്ത് നമ്മളിവിടെ എത്രയാണ് നമ്മൾ ഉദ്ദേശിച്ചത് ആ സാധനം, നമ്മളിവിടെ 50,000 50,000 ട്രാൻസാക്ഷൻസ് 1000 അടിക്കും. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ അടിക്കാം കേട്ടോ. ചെറുത് മതിയെങ്കിൽ ചെറുത്, വലുത് മതിയെങ്കിൽ വലുത്, നിങ്ങളുടെ സ്വന്തമായിട്ടൊരു പ്രിഫറൻസ് ഉണ്ടാക്കിയിട്ട് അങ്ങനെ ചെയ്യാം. അതിനുശേഷം നമ്മളിവിടെ സെലക്ട് ചെയ്യുന്നു. ഇപ്പം നിങ്ങൾക്ക് ഇവിടെ കാണാം മൂൺ ടൺ, ആർഡോഗ്, ഇങ്ങനെ കുറേ സാധനങ്ങളുണ്ട്. ഇവിടെ നിങ്ങൾ ഇപ്പോൾ 15 അവർ 23 അവർ 8 മണിക്കൂർ ഇങ്ങനെയാണ് കാണിക്കുന്നത്. അപ്പം നിങ്ങളിവിടെ ഈ ഏജിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും ഓൾഡ് കിട്ടും. കുറവ് കിട്ടിക്കഴിഞ്ഞാൽ 5 മണിക്കൂർ മുമ്പ് ഏറ്റവും ലാസ്റ്റ് സൊലാനയിൽ വന്നിട്ടുള്ള ഒരു ടോക്കൺ ആണ് പിങ് എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പം ഇത് നമുക്ക് 197 ലിക്വിഡിറ്റിൻ്റെ 3.2 മില്യൺ ഉണ്ട്, ട്രാൻസാക്ഷൻസ് ഉണ്ട്, എല്ലാം നമ്മൾ പറഞ്ഞ ക്രൈറ്റീരിയ പാലിച്ചിട്ടുള്ള ഒരു ടോക്കൺ ആണ്. 5 hours ആയിട്ടേ ഉള്ളൂ. അപ്പം ഇത് സൊലാനയുടെ കാര്യമാണ് പറയുന്നത്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഏത് പേരാണെങ്കിലും ഇവിടെ നമുക്ക് ഡീറ്റെയിൽ കിട്ടും. അതിന് മുമ്പ് ഫസ്റ്റ് ശ്രദ്ധിക്കേണ്ടത് ഇവിടെ കണ്ടു ping/sol എന്ന് പറഞ്ഞ് കിടക്കുന്നുണ്ട്. അപ്പോൾ പിങ് എന്ന് പറഞ്ഞ ടോക്കണിന്റെ പേരാണ്. അപ്പോൾ നമ്മൾ ഇത് ഏത് ടോക്കൺ വെച്ച് വാങ്ങാൻ കഴിയുന്നുള്ളതാണ് ഇവിടെ കാണിക്കുന്നത്. സോൾ എന്ന് പറഞ്ഞ് കാണിക്കുന്നുണ്ട്. ഇവിടെ സൊലാന വെച്ചിട്ടാണ് നമുക്ക് വാങ്ങാൻ കഴിയുന്നത്. ഇത് എവിടെയാണ് അവൈലബിൾ എന്നുള്ളത് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. റേഡിയം എന്ന് പറഞ്ഞത് ഇവിടെ ഒരു R ആണ്, നിങ്ങൾക്ക് അത് കാണാം. റേഡിയം എന്ന് പറഞ്ഞിട്ടുള്ള സൊലാനയുടെ ഡെക്സിനകത്താണ് നമുക്കിത് വാങ്ങാൻ കഴിയുക. അതും ഇതിനകത്ത് മനസ്സിലാക്കിയിട്ടുണ്ട്. ഇത് റേഡിയം പോലെ ഈ ഒരു ടോക്കൺ കണ്ടു, DLMM RDOG. ഇത് നമുക്ക് എവിടെ വാങ്ങാൻ കഴിയുക, ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം മെറ്റയോറ എന്ന് പറഞ്ഞ ഡെക്സിനകത്താണ് നമുക്ക് ഈ ടോക്ക് വാങ്ങാൻ കഴിയുള്ളൂ. അപ്പം അത് നമുക്ക് ഇവിടെ തന്നെ ഏതിനകത്താണ് അവൈലബിൾ എന്ന് കിട്ടും, ഏത് പേര് വെച്ചാണെന്നുള്ളതെല്ലാം നമുക്ക് ഇവിടെ കിട്ടും. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ നമുക്ക് സൊലാനയുടെ ആയതുകൊണ്ട് തന്നെ വാലറ്റ്സ്, ഇപ്പം നമുക്ക് എത്തീരിയം ആണെങ്കിൽ യൂണിസ്വാപ്പ്, BSC ആണെങ്കിൽ പാൻകേക്ക് സ്വാപ്പ്, ട്രോൺ ആണെങ്കിൽ വേറെ, അങ്ങനെ ഒരുപാട് അതിൻ്റെതായ ഡെക്സുകൾ ഉണ്ട്. നമ്മൾ അത് ആദ്യം അതിൻ്റെതായ വാലറ്റ്സ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യണം. അപ്പം സോറി കേട്ടോ, നായ്ക്കളുടെ കുറച്ച് കേട്ടിട്ടുണ്ടോന്ന് അറിയില്ല, സൗണ്ട് ഉണ്ടായിരുന്നു. എന്തായാലും ഇപ്പം നിങ്ങൾ ഏതിൻ്റെയാണ് അതിൻ്റെതായ ഡെക്സ്, അതിൻ്റെതായ വാലറ്റ് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുക. ഇപ്പം സൊലാനയുടെ 2 വാലറ്റ്സ് ഉണ്ട്. ഒന്ന് സോൾഫ്ലെയർ വാലറ്റും ഇനി ഒന്ന് ഫാൻറ്റം വാലറ്റും. ഈ സോൾഫ്ലെയറിനൊക്കെ പ്ലേ സ്റ്റോറിനകത്തും ആപ്പ് സ്റ്റോറിനകത്തും ആപ്പ് അവൈലബിൾ ആണ്. ഫാൻറ്റം വാലറ്റിനകത്തും അത് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. ഞാനിപ്പം സോൾഫ്ലെയറിനകത്താണ് വാങ്ങിയത്. നിങ്ങളിപ്പം ക്രോം ആണോ ബ്രേവ് ആണോ ഏത് ബ്രൗസറാണ് യൂസ് ചെയ്യുന്നത് അതിനകത്ത് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെതായിട്ടുള്ള എക്സ്റ്റൻഷൻസ് നമുക്ക് അവൈലബിൾ ആണ്. ഞാൻ ഇവിടെ സോൾഫ്ലെയർ വാലറ്റ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാം ഇവിടെ ഡൗൺലോഡ് ഫോർ ബ്രേവ് എന്ന് കിടക്കുന്നത്. ഞാൻ ബ്രേവ് ബ്രൗസറിനകത്താണ് ചെയ്യുന്നത്. നിങ്ങൾ ക്രോം ആണെങ്കിൽ ക്രോമിനകത്തുള്ള ഓപ്ഷൻ ഉണ്ടാവും, നിങ്ങളത് ഇൻസ്റ്റാൾ ചെയ്യണം, എക്സ്റ്റൻഷൻ ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ ക്രിയേറ്റ് ന്യൂ വാലറ്റ് കൊടുക്കുന്നു. നിങ്ങൾക്ക് കിട്ടുന്ന കീസ് 12 ഫ്രേസ് ഉണ്ടാവില്ല, നിങ്ങൾ ചൂസ് ചെയ്ത് സെലക്ട് ചെയ്ത് എഴുതി വെക്കുന്നു. ഒരു പാസ്വേഡ് സെറ്റ് ചെയ്യുന്നു. നിങ്ങളുടെ വാലറ്റ് എക്സ്റ്റൻഷൻ കംപ്ലീറ്റ് ആയി, വാലറ്റ് ഇൻസ്റ്റാളേഷൻ കംപ്ലീറ്റ് ആയി. അത് നിങ്ങളെല്ലാം എല്ലാത്തിലും ഒരേപോലെ തന്നെയാണ്. അതേപോലെ തന്നെയാണ് ഫാൻറ്റം വാലറ്റും. ഡൗൺലോഡ് ഫോർ ഡെസ്ക്ടോപ്പ് എന്നുള്ള ഓപ്ഷൻ ചെയ്യണം. അതിനുശേഷം നിങ്ങൾ എക്സ്റ്റൻഷൻ വരും. ഇപ്പം നിങ്ങൾക്ക് ഇവിടെ കാണാം ഇത് ഫാൻറ്റത്തിൻ്റെ എക്സ്റ്റൻഷൻ ആണ്, ഇത് സോൾഫ്ലെയറിൻ്റെ എക്സ്റ്റൻഷൻ ആണ്. നമ്മൾ രണ്ടും ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ വാലറ്റ് സെറ്റ് ചെയ്യുക. ഈ വാലറ്റ് സെറ്റ് ചെയ്യാൻ അറിയില്ല എന്നാണെങ്കിൽ നിങ്ങൾ പറയാൻ പറഞ്ഞത്, നിങ്ങൾക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. നമ്മൾ ആദ്യം മുതലേ ചെയ്യാം വാലറ്റ് എങ്ങനെ സെറ്റ് ചെയ്യുക എന്നുള്ളത്. ഇപ്പം ഞാനിപ്പോൾ സോൾഫ്ലെയർ ഇത് അവിടെ ചെയ്തിട്ടുണ്ട്. സോൾഫ്ലെയറിനകത്താണ് ഞാനിപ്പോൾ ടോക്കൺ വാങ്ങിയത്. എന്നിട്ട് നമ്മൾ സാധാരണ പോലെ ഇവിടെ ബൈ റിസീവ് എന്നുള്ള സംഭവങ്ങൾ ഇവിടെ റിസീവിൽ സെലക്ട് ചെയ്യുക. ഇത് നമ്മുടെ സൊലാനയുടെ അഡ്രസ്സാണ്. നിങ്ങൾ സൊലാന ടോക്കൺ ഈ അഡ്രസ്സിലേക്ക് നിങ്ങളുടെ വാലറ്റ് അഡ്രസ്സിലേക്കല്ല, നിങ്ങളുടെ അഡ്രസ്സിലേക്ക് നിങ്ങൾ സെൻഡ് ചെയ്യുന്നു. സെൻഡ് ചെയ്തതിന് ശേഷം നിങ്ങൾ സൊലാന ഇതിനകത്തേക്ക് കൊടുന്നു. എല്ലാം കഴിഞ്ഞ് ഇവിടെ സൊലാന അഡ്രസ്സ് വന്നു, എല്ലാം സെറ്റായി. അതിനുശേഷം നമുക്കിനി വാങ്ങാനാണ് പോകുന്നത്. അപ്പോൾ നമ്മളിപ്പം പറഞ്ഞ പോലെ ഇപ്പം ഞാൻ വാങ്ങിയത് പിങ് എന്ന് പറഞ്ഞ ടോക്കണാണ്. ഇവിടെ പിങ് നിങ്ങൾ സെലക്ട് ചെയ്യുന്ന സമയത്ത്
ഇവിടെ നിങ്ങൾക്ക് കാണാം ഇതിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ കാണാം. ഇതാണ് 3.034 ഇതൊക്കെ എൻ്റെ പ്രൈസൊക്കെയാണ് കാണിക്കുന്നത്. ഇപ്പോൾ ലാസ്റ്റ് കണ്ടു $483 ഒരാൾ വാങ്ങിയിട്ടുണ്ട്. ഇത്രയും ഡോളർ വാങ്ങിയിട്ടുണ്ട്. $3 സൊലാനയ്ക്കാണ് വാങ്ങിയിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ $15 $18 കണ്ട് വാങ്ങിയതാണ്. അപ്പം ഇതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ചെന്നു ഞാൻ നിങ്ങൾക്ക് ഇപ്പോൾ വീണ്ടും ഒരു വട്ടം കൂടി വാങ്ങിച്ച് കാണിച്ചാൽ ഇതിപ്പോൾ ഞാൻ സോൾഫ്ലെയറിനകത്ത് ഇത് ലോഡ് ചെയ്തുകൊണ്ടാണ് ഇത് സോൾഫ്ലെയറിനകത്ത് കാണിക്കുന്നത്. നിങ്ങൾക്ക് ഫാൻറ്റം വാലറ്റിനകത്ത് ആണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഫാൻറ്റം വാലറ്റിനകത്ത് ഇതുപോലെ റിസീവ് എന്ന് കൊടുത്തിട്ട് സൊലാന ഇതിലേക്ക് സൊലാന ഏതാണോ ഇതിൽ പല ചെയിൻസ് ഉണ്ട് കേട്ടോ, ബിറ്റ്കോയിൻ പോളിഗൺ ഒക്കെ ഉണ്ട്. നിങ്ങൾക്ക് ഏതാണോ വേണ്ടത് സൊലാന ആണെങ്കിൽ സൊലാനയിലേക്ക് സെൻഡ് ചെയ്യുക. അതിന് ശേഷം നിങ്ങൾ ബൈ ചെയ്യുക. ഇപ്പം എത്തീരിയം ആണെങ്കിൽ എത്തീരിയം സെൻഡ് ചെയ്യുക. നിങ്ങൾ അത് വളരെ ബേസിക് ആണ്, ഞാൻ പറയുന്നില്ല. അറിയാത്തറിയാത്ത താഴെ കമന്റ് ചെയ്താൽ മതി. ഇപ്പോൾ സോൾഫ്ലെയറിനകത്ത് ചെയ്തു. അതിനുശേഷം ഞാൻ ഇവിടെ വന്നു. ഈ വന്നതിന് ശേഷം ഇവിടെ നമ്മളിവിടെ സൊലാന പിങ് എന്ന് പറഞ്ഞ ഓപ്ഷൻ സെലക്ട് ചെയ്തപ്പോൾ ഇവിടെ പിങ് എന്ന് കണ്ടില്ലേ, ഈ പിങ്ങിനകത്ത് നമ്മളിവിടെ ഒരു കോപ്പി എന്ന് പറഞ്ഞ സംഭവം ഉണ്ട്, ഇതിനകത്ത് ക്ലിക്ക് ചെയ്യണം. അപ്പോൾ നമ്മൾ ഈ പിങ്ങിന്റെ കോൺട്രാക്ട് അഡ്രസ് നമ്മൾ കോപ്പി ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ ഇവിടെ കണ്ട പോലെ ഇത് ഏതിനകത്താണ് അവൈലബിൾ എന്ന് പറയുന്നത് റേഡിയം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിവിടെ RAYDIUM ഇതാണ് റേഡിയം, സൊലാനയുടെ ഡെക്സ് ആണ്. ഇത് നമ്മൾ സെലക്ട് ചെയ്യണം. സ്വാപ്പ് റേഡിയം എന്ന് പറഞ്ഞ് ക്ലിക്ക് ചെയ്യണം. സ്വാപ്പ് റേഡിയം എന്ന് പറഞ്ഞ് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ ഇങ്ങനെ ഒരു ഇന്റർഫേസ് ആയിരിക്കും വരുന്നുണ്ടാവുക. ഇതിനുശേഷം നിങ്ങൾ ഇവിടെ കണക്ട് വാലറ്റ് കൊടുക്കുക. അപ്പോൾ നിങ്ങൾ ഏത് വാലറ്റ് ആണോ, ഫാൻറ്റം ആണോ, സോൾഫ്ലെയർ ആണെങ്കിൽ വേറെ എന്തെങ്കിലും വാലറ്റ് ആണോ, സൊലാനയുടെ ആണെങ്കിൽ ഞാൻ ഇത് രണ്ടുമാണ് യൂസ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേറെ ഏത് വേണം യൂസ് ചെയ്യാൻ ഉണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് അതിനെക്കുറിച്ച് വല്ലാണ്ട് അറിയില്ല. ഇത് അത്യാവശ്യം നല്ല ആൾക്കാർ യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ ഞാനിത് സോൾഫ്ലെയർ സെലക്ട് ചെയ്തു. നമ്മളിവിടെ കണക്ട് കൊടുക്കുന്നു. സോൾഫ്ലെയർ വാലറ്റ് കണക്റ്റഡ് ആയി. അപ്പോൾ നമുക്ക് കാണാം എൻ്റെ ഇവിടെ സൊലാന അവൈലബിൾ ആയിട്ടുള്ളത് നിങ്ങൾക്ക് കാണാം 0.8585 എന്നുള്ള റേഞ്ച് ഓഫ് എമൗണ്ട് ഓഫ് സൊലാന എനിക്ക് ഇവിടെ അവൈലബിൾ ആണ്. ഇനി നമുക്ക് വാങ്ങേണ്ട ടോക്കൺ ഏതാണ്, പിങ് ആണ്. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ചൂസ് ചെയ്തിട്ടുള്ള ഈ പിങ് സെലക്ട് ചെയ്തിട്ട് ഈ പിങ്ങിന്റെ കോപ്പി നമ്മളിവിടെ കോപ്പി ചെയ്തു. ഈ അഡ്രസ്സ് വീണ്ടും കോപ്പി ചെയ്യണം. വീണ്ടും നമ്മൾ ഈ സ്വാപ്പ് റേഡിയത്തിലേക്ക് വരുന്നു. ഇവിടെ നമ്മൾ സെലക്ട് ചെയ്തിട്ട് ഈ ഒരു സാധനത്തിലേക്ക് ഈ സാധനം നമ്മൾ എൻ്റർ ചെയ്ത് കൊടുക്കുന്നു. അപ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി ഈ ടോക്കൺ ഇവിടെ അവൈലബിൾ ആയിരിക്കും. നമ്മൾ ഇത് സെലക്ട് ചെയ്യണം. ഐ അണ്ടർസ്റ്റാൻഡ് കൺഫേം കൊടുക്കണം. ഇനി നമുക്കിത് എത്ര ടോക്കൺ ആണ് വേണ്ടത്. ഇപ്പം നിങ്ങൾക്ക് വാങ്ങേണ്ടത് ഒരു 1000 ആണെന്ന് വിചാരിക്കുക. അപ്പം ഒരു 1000 ടോക്കൺ കൂടിയാണ് നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ 1000 നിങ്ങളിവിടെ ചൂസ് ചെയ്യുമ്പോൾ വിച്ച് ഈസ് അപ്രോക്സിമേറ്റ്ലി $3 $3 ആണ് നിങ്ങൾക്ക് ഇത് കാണിക്കുന്നത്. സോ $3 സൊലാന ആയിരിക്കും നിങ്ങൾക്ക് പോകുന്നത്. $3 ഈ സൊലാനയുടെ $3 0.01 സൊലാന ആയിരിക്കും ഇത് പോകുന്നുണ്ടാവുക. നമ്മളിവിടെ സ്വാപ്പ് കൊടുക്കുന്നു. ചില സമയത്ത് ഇവിടെ സ്വാപ്പ് ഫെയിൽ ആവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ 1-2 വട്ടം ട്രൈ ചെയ്യുക. ചെറിയ ഗ്യാസ് ഫീസേ പോകുന്നുള്ളൂ. പിന്നെ ഞാൻ $1000 പിങ് ടോക്കൺ വീണ്ടും ചെയ്തു. സ്വാപ്പ് കൺഫേം ആയിട്ടുണ്ട്. ഞാൻ 6000 ആയിരുന്നു ഹോൾഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നമുക്ക് നോക്കാം. കൺഫേം ആയതിനു ശേഷം എന്താണ് കാണിക്കുന്നത്, സ്വാപ്പ് കൺഫേം ആയെന്ന് കാണിക്കുന്നുണ്ട്. സോൾഫ്ലെയർ എടുത്ത് നോക്കുമ്പം നമുക്കിതിവിടെ 7000 എന്ന് കാണിക്കുന്നുണ്ട്. കണ്ടോ, 7000 പിങ് ടോക്കൺ അവൈലബിൾ ആണ്. ഇത്രയേ ഉള്ളൂ ഇത് വാങ്ങാൻ. ഇനി ഇത് വിൽക്കണം എന്നുണ്ടെങ്കിൽ നേരെ ഈ സൊലാന എന്നുള്ള ഈ ഒരു ആരോയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പിങ് എത്രയാണുള്ളത് മാക്സിമം അത് നമ്മൾ കൊടുക്കുന്നു. ഇവിടെ സ്വാപ്പ് ചെയ്യുന്നു. ഈ പറഞ്ഞ പിങ് ഓട്ടോമാറ്റിക്കലി സൊലാനയായിട്ട് കൺവേർട്ട് ആവുന്നു. നമ്മുടെ ഓട്ടോമാറ്റിക്കലി വാലറ്റിനകത്തേക്ക് അത് വരുന്നുണ്ടാവും. ഇത്ര സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് ഇത് വാങ്ങാൻ പറ്റും. ഇതേ പ്രോസസ്സ് തന്നെയാണ് ഫാൻറ്റത്തിനും. ഫാൻറ്റത്തിനകത്ത് നിങ്ങൾ ഈ പറഞ്ഞ ഫാൻറ്റം വാലറ്റിനകത്ത് നിങ്ങൾ നിങ്ങളുടെ സൊലാന ലോഡ് ചെയ്യുക. അതിനുശേഷം ഈ പറഞ്ഞ റേഡിയത്തിൽ ഫാൻറ്റമായിട്ട് കണക്ട് ചെയ്യുന്നു. ഇതേ പർച്ചേസ് ഇതേ സംഭവം തന്നെ ബൈയും സെല്ലും ചെയ്യുന്നു. ഇത്രയേ ഉള്ളൂ സംഭവം. ഇത് നമ്മൾ കുറേ നാളത്തേക്ക് വെക്കാൻ പറ്റില്ല. ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾ എപ്പം മൂവ്മെന്റ് നോക്കുന്നുണ്ട്, ഇവിടെ വലിയ വലിയ ട്രാൻസാക്ഷൻസ് എപ്പോൾ വരുന്നുണ്ട് ആ സമയത്ത് നോക്കുക, വാങ്ങുക, വെക്കുക. ചെറിയ രീതിയിൽ പ്രോഫിറ്റോട് കിട്ടാൻ സാധ്യതകളുണ്ട്. വലിയ വെയിൽസ് ആണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ പറഞ്ഞ പ്രോസസ്സ് വലിയ വെയിൽസ് ഇൻവെസ്റ്റ് ചെയ്താണെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ ഒപ്പം തന്നെ നിങ്ങൾക്ക് വാങ്ങാനും വിൽക്കാനും പറ്റും. സോ ഇത്രയേ ഉള്ളൂ ഈ ഒരു വീഡിയോ. ഇത് യൂസ്ഫുൾ ആയി തോന്നുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. ഞാൻ പറഞ്ഞ പോലെ ടെലിഗ്രാം ബോട്ട്സിനെ കുറിച്ചുള്ള വീഡിയോ ഉടൻ തന്നെ ചെയ്യാം. വേറെ നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരിക്കും എല്ലാവർക്കും ഹാപ്പി ഇൻവെസ്റ്റിംഗ്.